മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിനാലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്ന ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം കേന്ദ്ര വായ്പ ചെലവഴിക്കാനുള്ള സമയപരിധി ഡിസംബർ 31 വരെ നീട്ടിയതായി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് കോടതിയെ വാക്കാൽ അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ സാലി മുഹമ്മദ് നൽകും കൊച്ചിയിൽ നിന്നും. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 529 കോടി രൂപയുടെ വായ്പ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്നു. പക്ഷേ അത് മാർച്ച് 31-നകം അത് നിർമ്മാണം പൂർത്തിയാക്കി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ മാത്രമേ പണം അനുവദിക്കാനാവൂ എന്നൊരു വിചിത്ര നിർദ്ദേശം മാനദണ്ഡമായി കേന്ദ്ര സർക്കാർ വച്ചിരുന്നു. അത് വലിയ വിമർശനത്തിനിടയാക്കുകയും ആ കേസ് കോടതിയിലെത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഹൈക്കോടതി മുമ്പ് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരുന്നത് എന്താണ് ഇങ്ങനൊരു മാർഗനിർദ്ദേശം വെച്ചിരിക്കുന്നത്, ഇതിൽ എന്തെങ്കിലും ഇളവ് നൽകാൻ കഴിയുമോ എന്ന കാര്യം സത്യവാങ്മൂലമായി കോടതി അറിയിക്കാൻ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ പലതവണ കേസ് മാറ്റിവെച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം രേഖാമൂലം നൽകാൻ കേന്ദ്രം ഇതുവരെ തയ്യാറായിരുന്നില്ല. ഇന്ന് കേസെത്തിയപ്പോഴും സത്യവാങ്മൂലം നൽകാൻ തയ്യാറായില്ല. പകരം കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്ന് വാക്കാൽ പറയുകയായിരുന്നു മാർച്ച് 31 എന്നുള്ളത് ഡിസംബർ 31 ആക്കി ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതായത് ഡിസംബർ 31-നകം പൂർത്തിയാക്കിയാൽ മതി എന്ന നിബന്ധന മാറ്റിയിട്ടുണ്ട് എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ വിശദീകരണം. അതാണ് കോടതിയെ കൂടുതൽ ചൊടിപ്പിച്ചത്. കാരണം ഇത് സത്യവാങ്മൂലമായി നൽകാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്നതാണ് കോടതിയുടെ ചോദ്യം. ഏതായാലും വലിയ വിമർശനം ഇതിനെതിരെ ഉണ്ടാവുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനോട് കോടതി പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ കോടതിയേക്കാൾ വലുതാണ് എന്ന് ധാരണ വേണ്ട, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ട, ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ഇന്നത്തെ ഫ്ലൈറ്റിന് തന്നെ കോടതിയിലെത്തിക്കാൻ കോടതിക്ക് അറിയാം എന്നാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ വാക്കാൽ പറഞ്ഞത്. വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് കോടതി ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. തിങ്കളാഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം ഇതെല്ലാം ഉൾപ്പെടുത്തി നൽകണം. ഒപ്പം തന്നെ ബുധനാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിലൊരു തീർപ്പ് കോടതി അറിയിക്കുകയും ചെയ്യണം എന്നതാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ സംബന്ധിച്ചും ചില നിർദ്ദേശങ്ങൾ കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാരാണ് ഈ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കേണ്ടവർ. പക്ഷേ അതൊരു തീരുമാനം വരാത്തതുകൊണ്ട് ബാങ്കുകൾ പലതും നടപടികളിലേക്ക് കടക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് കോടതി മനസ്സിലാക്കുന്നുണ്ട്. ഇനിയെങ്കിലും വൈകാതെ അക്കാര്യത്തിലൊരു തീരുമാനം യെസ് ഓർ നോ എന്നുള്ള വിവരം കോടതിയെ അറിയിക്കണം. ഇതെല്ലാം ബുധനാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കോടതിക്ക് കിട്ടണം എന്നൊരു അന്ത്യശാസനമാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് ഇന്ന് നൽകിയത്.